മാമിയുടെ എന്താ ബർത്ത് നക്ഷത്രമാണ്. അപ്പോൾ നമ്മളെന്താ എവിടെ പോകുന്നു? അമ്പലത്തിൽ. ഓക്കെ. ഓക്കെ മമ്മിയെ മക്കളെ അണ്ണാ ടാറ്റ പോവാം. ടാറ്റ പോവാം. ടാറ്റ പോവാം. ഓക്കെ എഴുന്നേക്ക്. നിൽക്കട്ടെ ചക്കരെ. ഏത് 5 മണിക്കാണെങ്കിലും മാമി 3 മണിക്കാണെങ്കിലും സുഖമായിട്ട് ടാറ്റ പോകാൻ പറഞ്ഞു എനിക്കല്ലേ ചക്കരെ? എന്നാടാ? യെസ്, നമുക്ക് ടാറ്റ പോവാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി. മാമിക്ക് ഈ ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും വേറെ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തത്, കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവളുടെ എസെൻഷ്യൽസ് ഒക്കെ എടുക്കുന്ന ബാഗാണിത്. ഞാൻ എപ്പോഴും ഈ ബാഗിൽ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കും. കൂടെ സാനിറ്റൈസറും കരുതാറുണ്ട്. കാരണം കുഞ്ഞുങ്ങളല്ലേ, അവിടെ യാത്രയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി സാനിറ്റൈസർ എപ്പോഴും കരുതാറുണ്ട്. പോക്കറ്റ് പെർഫ്യൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗിനുള്ളിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് എടുത്തിട്ടുണ്ട്. അവൾക്ക് ആയിട്ടൊരു സ്നാക്ക് ഉണ്ട്. അതുപോലെ തന്നെ അവളുടെ ഡ്രസ്സസ് എടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ ഫേവറേറ്റ് വാട്ടർ ബോട്ടിലും പിന്നെ വൈപ്സും എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണിത്. നല്ല പാറ്റേൺ ആണിത്, ബുദ്ധൻ്റെ ഒക്കെ ഉള്ളത്. നമ്മൾ മിക്ക നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സസും എടുക്കുന്നത് ബാലരാമപുരത്തിൽ നിന്നാണ്. ഹാൻഡ്ലൂം ഡ്രസ്സസ്സാണ്. ഇപ്പോൾ മാമ ഫുൾ സെറ്റാണ്. ഭരത് നക്ഷത്രമായിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ മാമ ഫുൾ സെറ്റാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 5:30-6 മണിയായിട്ടുണ്ടാവും. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ പോവുകയാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് പഴവങ്ങാടിയിലും ആറ്റുകാലിലുമാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം 6-6:30 ആയിട്ടുണ്ടാകണം. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിച്ചേർന്നിരിക്കുന്നു. ഭയങ്കര തിരക്കാണ്. ഇവിടെ ട്രാഫിക് ഉണ്ട്. പത്മനാഭപുരം ക്ഷേത്രത്തിന് ഫ്രണ്ടിലാണിത്. ഭയങ്കര വൻ തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ വന്ന് ചേർന്ന് ഞങ്ങൾ വണ്ടി വർക്ക് ചെയ്യുവാണ്. പഴവങ്ങാടിലുള്ള എനിക്ക് ഓർമ്മയെന്ന് പറയുന്ന അച്ഛൻ ദുബായിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും നമ്മൾ പോയി സന്ദർശിക്കാറുള്ള അമ്പലമാണിത്. ഇപ്പോൾ പുതുക്കി പണിഞ്ഞപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. പണ്ടത്തെ ആ ഒരു അമ്പലത്തിൻ്റെ ഇതിപ്പോഴും ഓർമ്മയിലുണ്ട്. ഞങ്ങൾ അവിടെ ഒരു തേങ്ങ ഉടച്ചിട്ട് ഞങ്ങൾ സന്ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അടുത്ത് ഞങ്ങൾ പോകുന്നത് ആറ്റുകാലിലോട്ടാണ്. വിശക്കുന്നുണ്ടോ? അടുത്ത അമ്പലത്തിൽ പോയിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അത് ആറ്റുകാലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അവിടെ കൂടെ തൊഴുതിന് ശേഷം കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ഗാലമഹോത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ കുറേ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ വരുന്ന വഴിക്ക് തന്നെ കുറേ അമ്മമാരൊക്കെ ഈ പൊങ്കാല അടുപ്പൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു. ഒരു ആനയുടെ സൗണ്ട് കേട്ടില്ല? ഇന്ന് ക്ഷേത്രക്കുളമാണ്. മുമ്പ് കുറേ വെള്ളം ഉണ്ടായിരുന്നു. അത്രയൊന്നുമില്ല. ഈ രാമ പോകുന്നുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ മീനുകളുണ്ട് ഇവിടെ. മാമിക്കത് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ കയറാനാണോ മാമയുടെ പുറപ്പാട്?
അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ആര്യാസ് വെജ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നല്ല വെജ് ഫുഡ് കിട്ടും. നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിക്കാത്ത നല്ല വിശപ്പുണ്ട്. ഇനി ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, നീണ്ട കാത്തിരിപ്പ്, കാത്തിരിപ്പോട് കാത്തിരിപ്പ്. മാമിയെ കൊണ്ട് ഞങ്ങളിങ്ങനെ ട്രാവലിങ്ങിന് പോകുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ കൂടെ കരുതുന്ന ഒരു ബാഗാണിത്. ലവ്ലാപ്പിൻ്റെ ലില്ലി ട്രാവൽ ഫ്രണ്ട്ലി ഡയപ്പർ ബാഗാണിത്. ഇതൊരു സൂപ്പർ ബാഗാണ് കേട്ടോ. ഈ ബാഗ് ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ സിബൊക്കെ ഒരു ഗോൾഡൻ സിൽവർ ടിൻറ്റോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ലുക്കാണ് ഈ ഒരു ബാഗിന്. ഇത് വാട്ടർ റെസിസ്റ്റൻറ്റ് ഫാബ്രിക് കൊണ്ടാണ് ഈ ബാഗ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു പ്രീമിയം ലുക്കാണ്. ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് മേടിക്കുമ്പോഴത്തേക്കും. പിന്നെ ബാഗ് ടോട്ട് ബാഗായിട്ട് യൂസ് ചെയ്യാനായിട്ട് 2 ഹാൻഡിലുണ്ട്. ആ ഹാൻഡിലൊന്ന് എൻക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബാഗിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇതിൻ്റെ പൗച്ചസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ തന്നെ ഒരു പൗച്ചുണ്ട്. ആ പൗച്ച് തുറക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ 2 പൗച്ചസ് ഉണ്ട്. അത് ഇൻസുലേറ്റഡ് ആണ്. അതായത് നമ്മൾക്കിപ്പോൾ ഹോട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പാലോ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് സഹായിക്കുന്നതാണ് ആ ഇൻസുലേറ്റഡ് പൗച്ചസ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ പോർഷനിൽ ട്രാൻസ്പാരൻറ്റ് പൗച്ചും അവൈലബിൾ ആണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെള്ളമൊക്കെയുള്ള ഐറ്റംസ് വെക്കാനായിട്ടാണ്. അത് പുറത്തോട്ട് വെള്ളം വരത്തില്ല, മറ്റ് സാധനങ്ങളോട് കണ്ടാമിനേറ്റ് ആവുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതിന് വേണ്ടിയാണ് ഈ പൗച്ച് ട്രാൻസ്പാരൻ്റ് ആണ് കണ്ടോ അങ്ങനെ കൊടുത്തേക്കുന്നത്. ഞാനിതിൽ വാമിയുടെ ബ്രഷും പേസ്റ്റും ഒക്കെയാണ് സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി പോർഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ബാഗിൽ പ്രൊവൈഡ് ചെയ്യുന്ന സിബാണെങ്കിൽ പോലും ഇപ്പോൾ പ്രീമിയം സിബ്സാണ്. അതായത് നല്ല എളുപ്പം നമ്മൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റിയ സിബാണ്. അപ്പോൾ ഈ ഒരു പൗച്ചിനുള്ളിൽ തന്നെ 3 പൗച്ചസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് പോർഷൻ, അതായത് ലെഫ്റ്റ് സൈഡ് പോർഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ടിഷ്യൂസൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഈ വഴി ഈസി ആയിട്ട് ടിഷ്യൂ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു പൗച്ചാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് സൈഡിലെന്ന് പറയുമ്പോഴത്തേക്കും ആ പൗച്ച് എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള പൗച്ചാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാഗിൻ്റെ ബാക്ക് പോർഷനിലോട്ട് നോക്കാം. ബാക്ക് പോർഷൻ നോക്കുമ്പോഴത്തേക്കും 2 അഡ്ജസ്റ്റബിൾ സ്ട്രാപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആർക്ക് വേണമെങ്കിലും ബാഗ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ബാക്ക് പാക്ക് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക് പോർഷനിൽ ഒരു പൗച്ചുണ്ട്. ആ പൗച്ചിൽ ഞാൻ സാധാരണ എൻ്റെ മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതും വളരെ സ്പേഷ്യസ് ആണ്. ഇപ്പോൾ നമുക്കൊരു കഴിയുണ്ടോ കയറാൻ പറ്റുന്ന ടൈപ്പിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പൗച്ചാണ്. അതുപോലെ താഴെയും ഒരു പൗച്ചുണ്ട്. അതിലും നമ്മൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒക്കെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ബാക്ക് പോർഷനിൽ ടോട്ടലി 2 പൗച്ചാണുള്ളത്. അപ്പോൾ ഇത് പുറമേയുള്ള പൗച്ചസ് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലൊരു 3 പൗച്ചും അതുപോലെ തന്നെ ബാക്കിൽ 2 പൗച്ചസ് ആൻഡ് സൈഡിൽ വീണ്ടും 2 പൗച്ചസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 7 പൗച്ചസ് ഉണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ ഉള്ളിൽ എത്ര സ്പേഷ്യസ് ആണെന്ന് നോക്കാം.
അപ്പോൾ ബാഗ് തുറക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു സിബ് സൈഡിലൊക്കെ വയറിങ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ പോലും ആ ഒരു ഓപ്പണിങ് ആ ഒരു ഷേപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പിന്നെ ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഡെപ്തുള്ള ബാഗാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കണ്ടോ എൻ്റെ എൽബോ വരെ അതിന് നല്ല നീളമുണ്ട്, അതായത് സ്പേസ് അത്ര അവൈലബിൾ ആണ്. പിന്നെ ഉള്ളിൽ അതിൻ്റെ ബാക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സിബ് വെച്ചിട്ടുള്ള ഒരു പൗച്ച് അവൈലബിൾ ആണ്. ഞാൻ അവിടെ സാധാരണ വാമിയുടെ മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സ്റ്റോർ ചെയ്യാറ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ പോർഷനിൽ വേറൊരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് പോർഷനിലും ഇവിടെ ഒരു പൗച്ച് ഉണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും പൗച്ച് ഉണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷനിൽ സെപ്പറേഷൻ കൊടുത്തിട്ട് 2 പൗച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ടോട്ടലി ഒരു 6 പൗച്ചസ് അവൈലബിൾ ആണ് അല്ലേ. 1 2 3 4 5 6 പൗച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ കുഞ്ഞിൻ്റെ എന്ത് സാധനങ്ങൾ ആണെങ്കിലും ഡയപ്പർ ആണെങ്കിൽ പോലും ബാക്കി എന്ത് ഐറ്റംസും സെപ്പറേറ്റ് ചെയ്ത് ഈ പൗച്ചസിൽ നമ്മൾക്ക് വെക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് മെസ്സി ആവാതെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒട്ടും മെസ്സിയാവാതെ തന്നെ കുട്ടികളുടെ എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബാഗാണിത്. ഇത് ആമസോണിലും അവൈലബിൾ ആണ്. മേടിക്കാനായിട്ട് ടോട്ട് ബാഗായിട്ടോ ബാക്ക് പാക്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ബാഗാണ്. അങ്ങനെ നമ്മൾ ഫുഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ലുലു മോളിൽ എത്തിയിരിക്കുകയാണ്. വാമിക്ക് ബർത്ത്ഡേക്ക് ആവശ്യമായ സദ്യയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനും പിന്നെ നല്ലൊരു ചില ഷോപ്പിനൊക്കെ ആയിട്ട്. ആദ്യമായിട്ടാണ് കേട്ടോ പാർക്കിംഗ് ഇത്രയും തിരക്കില്ല ഞാൻ കാണുന്നത് ലുലു മോളിൽ. നമ്മളിത്തിരി നേരത്തെയാണ്, ഏകദേശം 9:30 9:45 അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. വാമിക്ക് ഒരു ക്രയോൺ ബുക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനൊന്നും അറിയത്തില്ല, എന്നാലും വെറുതെ ഒന്ന് കുത്തിക്കുറയ്ക്കും. അപ്പോൾ ഈ ട്രോളിയിലിരിക്കുമ്പോഴാണ് നമ്മൾ സാനിറ്റൈസർ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യം. കാരണം ആ ട്രോളിയിൽ ഇഷ്ടംപോലെ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടാവും, ഒരുപാട് ജംസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാനിറ്റൈസർ കരുതുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്, കുഞ്ഞായതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ അതിന് ശേഷം ഫലൂഡ നേഷനിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ 3rd ഫ്ലോർ തന്നെയാണ്. അവിടുന്ന് 4 ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടാണ്. അങ്ങനെ വീട്ടിലെത്തി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വാമി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അതുപോലെ ഇന്ന് വേറെ പരിപാടികളുണ്ട്. ഞങ്ങൾ വാമിയുടെ ബർത്ത്ഡേ ചെറുതായിട്ട് വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ചെറിയൊരു ഡെക്കർ കൊടുക്കാനായിട്ട് ബലൂൺസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാമി അതൊക്കെ പെറുക്കി കളിക്കുവാണ്. പുള്ളിക്കാരിക്ക് ബർത്ത്ഡേ എന്നറിയാം, പക്ഷേ അതിൻ്റെ ഇത് എന്താണെന്നോ അതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ പാരൻറ്ഹുഡിനെ കൂടെ അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യണം. പിന്നെ വാമിയുടെ ബർത്ത്ഡേക്ക് ആവശ്യമുള്ള ബോൾ ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. വാമി അങ്ങനെ ഉറങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങളിവിടെ ഞാനും എൻ്റെ അനിയനും കൂടെയാണ് ഡെക്കർ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് വാമിയുടെ ബർത്ത്ഡേ വ്ലോഗ് കാണാം. Bye.